ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാവിലെ തുടങ്ങിയിട്ട് ഉച്ച വരെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഇതിലൊരു ടിപ്പൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ നമ്മൾക്ക് ഉപകാരമുള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് ദോശയാണ്. നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാത്ത വെറും അരിപ്പൊടി കലക്കി വെച്ചിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പട്ടാണി കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പച്ചപ്പട്ടാണി. ഇത് നമ്മൾ തലേ ദിവസം അരിപ്പൊടിയും ചോറും കൂടി അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കിയെടുക്കണം അപ്പമാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ അധികം ഉഴുന്നിൻ്റെ മണമായിരിക്കും അധികം ഇഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് അപ്പം ഉണ്ടാക്കൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് ഏത് കറി കൂട്ടിക്കഴിക്കാൻ, ഇനി കറി ഇല്ലാതെ ആണെങ്കിലും ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പച്ചപ്പട്ടാണി കറി വെന്തിട്ടില്ല കേട്ടോ, ശരിക്കും പട്ടാണി അതാണ് അതിങ്ങനെ ഉടയാതെ വെള്ളം പോലെ കിടക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ടിപ്പ് ഇതാണ്, നമുക്ക് നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ബാക്കി ഉണ്ടെച്ചെങ്കിൽ നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത്ര ചോറുള്ളെങ്കിൽ ഒരര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനിയില്ല ഇത്രയും കൂടി ഉണ്ട്, ഇതിൻ്റെ ഫുള്ളായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അതിൻ്റെ നടുവിലാണ്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ വെച്ചിട്ട് അണ്ട് ഓഫാക്കിയിട്ടാൽ മതി. പിന്നെ ആ ചോറ് പിറ്റേ ദിവസം കേടുവരുമില്ല. പിന്നെ നമ്മൾ തലേ ദിവസം വെച്ചതിനേക്കാളും ഒന്നും കൂടി മയവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. വേണമെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ആ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. പിറ്റേ ദിവസമൊക്കെ നെയ്ച്ചോറ് ഇരുന്നാൽ കട്ട പിടിച്ചിട്ട് നമുക്ക് കഴിക്കാനൊരു വലിയ ഇതുണ്ടാവില്ലല്ലോ. അത് അങ്ങനെയൊന്നുമല്ല. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കുന്നത് പരിപ്പും മുരിങ്ങയില ചാറും പിന്നെ അതിൽ മീൻ ഫ്രൈ ആക്കുവാണ്. പിന്നെ ഇതാ സോയാബീൻ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പം പരിപ്പും മുരിങ്ങയും ചാറുണ്ടാക്കാൻ ഞാൻ പരിപ്പ് വേഗം വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിലേക്ക് മുരിങ്ങൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തേങ്ങയും ജീരകമൊക്കെ അരച്ച് വെച്ചതാണിത്, ചെറിയ ഉള്ളിയൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഒഴിച്ചെടുക്കാം. ഞാൻ മുഴുവൻ ഒഴിച്ചെടുക്കണില്ല കേട്ടോ, ഇത് 2 ദിവസത്തിനാണ് അരച്ചിരിക്കുന്നത്. പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് മതി തേങ്ങ. പിന്നെ ഈ കറി കുക്കറിൽ നിന്ന് പെട്ടെന്ന് മാറ്റി കൊടുക്കണം കേട്ടോ, അതല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ചൂടാറുവോളം. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇളക്കിയിരുന്നു, പിന്നെ ഞാൻ കറി അതൊന്ന് മാറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചും കൂടി ചേർക്കുക. കുക്കറിൽ തന്നെ ഇരുന്നാൽ പച്ചവെള്ളം പോലെ ആകും കേട്ടോ, തെളിഞ്ഞ് നിൽക്കും ശരിക്കും. അപ്പോൾ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ കറിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ മുരിങ്ങൻ്റെ ഇല ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. മുരിങ്ങൻ്റെ ഇല ഇവിടെ അധികം കിട്ടില്ല കേട്ടോ. അപ്പോൾ കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ കറിയായിട്ടും ഉപ്പേരിയായിട്ടൊക്കെ ഉണ്ടാക്കും. നമുക്ക് എന്ത് സാധനം ഇല്ലാത്തതെങ്കിൽ അതിനോടായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ ഇഷ്ടം അല്ലേ. എനിക്ക് കറുവത്തുംകായ്, അതായത് കപ്പളങ്ങ എന്നൊക്കെ പറയില്ലേ, അത് മുരിങ്ങൻ്റെ ഇലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ ചെറുതായിട്ട് ഓരോ തൈയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുരിങ്ങൻ്റെ ഇല ഒന്ന് വാട്ടിയിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മുരിങ്ങൻ്റെ ഇല ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ടയും കൂടി ഒഴിച്ച് ചിക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ മുരിങ്ങൻ്റെ ഇല ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളിതാ അതിലെ മീനൊക്കെ മുളകാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ മീനൊന്നും വരണേ ഇല്ല. ഇത് നോമ്പിൻ്റെ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. എന്നിട്ടിപ്പോൾ 1 മാസം നോമ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ മീനേ കിട്ടാനില്ല. അപ്പോൾ നമ്മളെ മീനൊക്കെ ഇതാ ഫ്രൈ ആക്കിയിട്ടുണ്ട്. നമ്മൾ മീൻ കൂട്ടാത്തവർക്ക് കുട്ടികൾക്ക് ആണ് കേട്ടോ സോയാബീൻ വരട്ടിയെടുക്കുന്നത്. കൂടുതൽ മസാലയൊന്നും ചേർത്തിട്ടില്ല അതിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഭവങ്ങൾ കണ്ട കൂട്ടുകാരെ, മുരിങ്ങൻ്റെ ഇല ഉപ്പേരി, സോയാബീൻ, പിന്നെ ഇന്നലത്തെ രസമാണ് കേട്ടോ അത്. പിന്നെ നമ്മളെ പരിപ്പും മുരിങ്ങയിലയും കറി. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. മുരിങ്ങൻ്റെ ഇലയും പരിപ്പും എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടു തന്നെ കമൻ്റായിട്ട് അറിയിച്ചണം കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞ ടിപ്പ് ഒന്ന് യൂസ്ഫുള്ളാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. 1 കപ്പിന് 1.5 കപ്പ്
വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വെള്ളം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഒരു കപ്പിന് 1.5 കപ്പാകുമ്പോൾ. അപ്പം നമ്മൾ പത്തിരിയൊക്കെ കുഴച്ചതാ ചുടാനായിട്ട് നിൽക്കുകയാണ്. വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ 3 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ. 3, 4 എണ്ണമൊക്കെ ഇടാം. ഇത് കുറച്ച് വലിപ്പം കൂടിയ പത്തിരിയാണ്. ചെറിയ പത്തിരിയാണെങ്കിൽ 4 എണ്ണം 5 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു കല്ലുണ്ടെങ്കിൽ. നോമ്പ് പോയപ്പോൾ സങ്കടം കേട്ടോ. നോമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്തൊക്കെ നമുക്ക് നല്ല ഒരു ഇതാണ്. ഈ നേരത്തൊന്നും ഒഴിവേ ഉണ്ടാവില്ല. 4 മണിയൊക്കെ ആയാൽ നമുക്ക് പെരുഞ്ഞ പണിയായിരിക്കും. അപ്പം നമ്മളെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞത് തന്നെ പിന്നെയും പറയുന്നുണ്ട് കൂട്ടുകാരെ. പത്തിരി കുറേ ചുടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ അല്ലേ. പിന്നെ നമ്മൾ ഇറച്ചിക്കറിയാണ് പത്തിരിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വരട്ടിയിട്ടുണ്ട് കേട്ടോ. അത് തന്നെ കോരിയിട്ട് പിന്നെ കറിയിൽ തേങ്ങ അരച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് കറിയാക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത്താഴത്തിനൊക്കെ എടുക്കാൻ കൂട്ടാനുണ്ടാകുമല്ലോ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പത്തിരിയൊക്കെ ഉണ്ടാക്കൽ